വഖഫ് ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കേന്ദ്രം ഒന്നൊന്നായി എടുത്തു കളയുകയാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച KPCC അധ്യക്ഷൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ല് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. गरीबों के साथ हम भलाई करेंगे. क्या भलाई? एक तरफ बजट काट रहे हो, दूसरे तरफ 250 बजट को आप खर्च नहीं कर रहे. तो ये दर्शाता है कि आप माइनॉरिटी इकोनॉमिकली डेवलपमेंट करने के लिए या उनको एजुकेशन या हर तरीके की सहूलत देने के लिए आप तैयार नहीं हैं. इससे ये मालूम होता है. ये सब स्कीम आप एक तरफ बंद कर रहे हो, दूसरे तरफ बोलते कि गरीबों के लिए, महिलाओं के लिए, पसमानदा मुसलमानों के लिए एक तरफ कहते 20 and 35 of the bill which safeguard the community properties from unilateral Waqf claims. I object to the clause 9 and 11 of the bill which is against the spirit of right to freedom of religion enshrined in our constitution. I again request the minister, can you please confirm and reiterate that this will be taken up, or the bill will be taken up on the retrospective effect and it will be solved the Munambam issue. ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ചൂടേറിയ ചർച്ചകളാണ് രാജ്യസഭയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭയ്ക്ക് പിന്നാലെ. കേരളത്തിലെ പല വിഷയങ്ങളും, മുനമ്പം എമ്പുരാൻ അടക്കമുള്ള വിഷയങ്ങൾ വരെ സഭയിൽ ഇന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? ആര്യ, ഇന്നലെ ലോക്സഭയിൽ ചർച്ച നീണ്ടതുപോലെ തന്നെ ഇന്നും വളരെ വൈകിയായിരിക്കും രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് കയറുക. വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ താമസിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും കേരളവുമായി ബന്ധപ്പെട്ട, മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇന്നും ലോക്സഭയിൽ നിറഞ്ഞു നിന്നത്. പ്രധാനമായും വന്നത് ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോസ് കെ മാണിയും ഈ വിഷയം വളരെ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ പ്രസംഗമായിരുന്നു എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടത്. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഈ ബില്ലിലെ ചില വ്യവസ്ഥകളോട് യോജിപ്പുണ്ട് എന്നുള്ള തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മുനമ്പം വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് തനിക്ക് ഉള്ളത് എന്നാണ് അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്. അതേസമയം അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ ഘടന മാറ്റുന്ന നടപടികൾ എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ജോൺ ബ്രിട്ടാസ് MP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആ ഒരു വാദമാണ് മുന്നോട്ട് വെച്ചത്. രാജ്യത്തെ വിഘടിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടികളാണ് ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തു. സുരേഷ് ഗോപിയുമായി അദ്ദേഹം വാക്പോരിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അത് പക്ഷേ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു. എമ്പുരാൻ സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം എടുത്തിട്ടപ്പോൾ സുരേഷ് ഗോപി അതിന് മറുപടി പറഞ്ഞത്, നിങ്ങൾ TP ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട സിനിമ അതോടൊപ്പം തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വീണ്ടും കാണിക്കാൻ കൈരളി തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ വാദം. അല്പസമയം മുമ്പ് ജനതാദൾ യുണൈറ്റഡ്, അതായത് ബീഹാറിലെ NDA സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡിന്റെ ദേശീയ വക്താവ് സഞ്ജയ് ജാ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. അതേസമയം തെലങ്കാനയിൽ നിന്നും BRS, അതായത് തെലങ്കാനയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയായ BRS ബില്ലിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. 129 വരെ പിന്തുണ അവർക്ക് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. AIADMKയുടെ 4 അംഗങ്ങളുടെ പിന്തുണയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 129 വരുന്നു. അതേസമയം 6 നോമിനേറ്റഡ് അംഗങ്ങളുടെ ശക്തിയും അവർക്കിപ്പോൾ ഉണ്ട്. പ്രതിപക്ഷ നിരയിലാകട്ടെ 105 പേരുടെ പിന്തുണയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അതിൽ കഴിഞ്ഞ 17ാം ലോക്സഭയിൽ സർക്കാരിനൊപ്പം നിന്ന ബിജു ജനതാദൾ, അതുപോലെ BRS, YSR കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ പിന്തുണ ഇത്തവണ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഏതായാലും ഇപ്പോഴും ചർച്ച തുടരുന്നു. പ്രധാന പാർട്ടികളുടെ അംഗങ്ങൾ പോലും സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. മറ്റ് ചെറിയ പാർട്ടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വളരെ താമസിച്ച് തന്നെയായിരിക്കും ഇതിന്റെ വോട്ടെടുപ്പും മറ്റ് നടപടികളും ഉണ്ടാവുക.